സത്യസന്ധമായി GP പറയൂ, ഈ സംഭവം എത്ര കാലമായി ഫോളോ ചെയ്യുന്നു? ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അബിയെ പരിചയപ്പെട്ട മുതൽ ഫോളോ ചെയ്യുന്നുണ്ട്. ബേസിക്കലി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഹാപ്പി ലിവിങ്ങിന്റെ ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നിയ ഒരു സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ എനിക്കൊക്കെ ഇങ്ങനത്തെ കൃത്യമായിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യുക, കൃത്യമായിട്ട് വർക്ക്ഔട്ട് എന്നുള്ളതിന്റെ എന്റെ ഏറ്റവും വലിയ ചാലഞ്ച് എന്താ വെച്ചാൽ, നമ്മൾ ഓരോ സമയത്ത് ഓരോ സ്ഥലത്താണ്. ഇപ്പൊ ഞാൻ ഗോവയിലാണ്, ഷൂട്ട് പരിപാടികളായിട്ട് വന്നിരിക്കുകയാണ്. ഒരാഴ്ച മുമ്പ് കാർവാറിലായിരുന്നു, അതിന് മുമ്പ് കൊച്ചിയിലായിരുന്നു, അതിന്റെ മുമ്പ് ട്രിവാൻഡ്രത്തായിരുന്നു. അപ്പൊ ഇങ്ങനെ വരുമ്പോ നമുക്ക് ഒരു സ്ഥലത്ത് പോയി കൃത്യമായിട്ട് വർക്ക്ഔട്ട് ചെയ്യുക, നമുക്ക് ഒരേ വീട്ടിലുണ്ടാക്കിയ ഒരേ പാറ്റേണിൽ നമുക്ക് ഭക്ഷണം കഴിക്കുക, ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനത്തെ സമയങ്ങളിൽ ഇവരെ പോലെ ഇങ്ങനെ കൃത്യമായിട്ട് നമുക്ക് ബേസിക്കലി ഒരു കോച്ച് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ട്രെയിനർ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെ പുഷ് ചെയ്യാനും ഗൈഡ് ചെയ്യാനും ഒരാളുണ്ടെങ്കിൽ നമ്മളിത് ചെയ്യും. അല്ലെങ്കിൽ ഭയങ്കര സെൽഫ് മോട്ടിവേഷൻ വേണം. അത് അത്രയും മോട്ടിവേഷൻ നമുക്ക് എപ്പോഴും ഉണ്ടാവുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് ആരില്ലെങ്കിലും ഞാൻ രാവിലെ എഴുന്നേറ്റ് യോഗ ചെയ്യും, ആരില്ലെങ്കിലും ഞാൻ ഫുഡ് കറക്റ്റ് ആയിട്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസം ഇങ്ങനെ പോകും, പിന്നെ നമ്മുടെ ആ ഫയർ താഴെ പോകും. അത് ഞാൻ റെഗുലറായിട്ട് എനിക്ക് ഫീൽ ചെയ്തിരുന്ന ഒരു പ്രശ്നം അതായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസമൊക്കെ മോട്ടിവേറ്റഡ് ആവും, പിന്നെ വീണ്ടും താഴെ പോകും, പിന്നെ നമ്മള് ആ ട്രാക്കിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അത് കയ്യിൽ നിന്ന് പോകും. അങ്ങനത്തെ സ്ഥലത്ത് ഈ ഒരു സംഭവം വളരെ ഗുണമാണ്. നമ്മൾ എവിടെയാണെങ്കിലും ഇവർ ഓൺലൈനാണ്, എന്നെ പിടിച്ച പോലെ ഒരു കോൾ എവിടെയാണല്ലോ. ഇറ്റ്സ് ഈവൻ മോർ പ്രാക്ടിക്കൽ. അതുകൊണ്ട് ഈ സാധനം അതാണ് എനിക്ക് ഇതിനകത്ത് തോന്നിയ ഏറ്റവും വലിയ ഗുണം.